സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലെ പാർട്ട് നമ്പർ 4 നമ്മൾ പോരുകയാണ്. പാർട്ട് നമ്പർ 3 നമ്മൾ പഠിച്ചതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, അത് എവിടെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്, എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അത് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ ഓരോ സിഗ്നൽസിന്റെ ബേസിക് സിഗ്നൽസിന്റെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയാൻ എന്തായിരിക്കും, നമുക്ക് മൂന്ന് സിഗ്നൽ നമുക്കുള്ളത്: ഇമ്പൾസ്, യൂണിറ്റ് സ്റ്റെപ്പ്, പിന്നെ എന്തായിരിക്കും റാമ്പ് സിഗ്നൽ അല്ലേ. അപ്പൊ നമുക്ക് ഇമ്പൾസ് സിഗ്നൽ ഇൻ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈൻ ഫസ്റ്റ് നോക്കാം. ഇമ്പൾസ് സിഗ്നൽ ഇൻ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈൻ. അപ്പൊ അത് നമ്മൾ സാധാരണ കണ്ടിന്യൂസ് ടൈമിൽ പഠിച്ച പോലെ തന്നെയാണ്. അവിടെ ഡെൽ ഓഫ് ടി എന്ന് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, ഇവിടെ ഡെൽ ഓഫ് എൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. അവിടെ ടി ആണ്, അവിടെ ടൈം വെച്ച് ടൈം എന്ന് പറഞ്ഞാൽ ടി ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമ്മൾ എൻ ആണ്, സാമ്പിൾസ് ആണ് അല്ലെ. അപ്പം എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക, ഡെൽ ഓഫ് എൻ അല്ലെ. സോ ഡിസ്ക്രീറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെൽ ഓഫ് ടി അല്ല ഡെൽ ഓഫ് എൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 നമ്മൾ പഠിച്ചല്ലേ, ഇസ് ഈക്വൽ ടു 0 വെൻ ദ വാല്യൂ ഓഗ്മെന്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. അങ്ങനല്ലേ പഠിച്ചേ. ഡെൽ ഓഫ് എന്നിന് വാല്യൂ ഉണ്ടാവും എപ്പോഴായിരിക്കും, വെൻ ഓഗ്മെന്റ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് മാത്രമേ ഡെൽ ഓഫ് എൻ ഉണ്ടാവത്തുള്ളൂ, വാല്യൂ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ നമ്മൾ ബേസിക് സിഗ്നൽ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ക്ലാരിറ്റി കുറവാണ് അല്ലെ. ഡെൽ ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0 ആ സമയത്തായിരിക്കും ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. അപ്പം ക്ലാരിറ്റി നമുക്കില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എൻ ഈസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് 1 കിട്ടുന്നത് അല്ലെ. therefore നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, therefore this signal can be represented as n0 -1 -2. എന്തായിരിക്കും, +1 +2 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, n ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്തായിരിക്കും ഡെൽ ഓഫ് എണ്ണിന്റെ വാല്യൂ എത്ര ആയിരിക്കും നമുക്ക് വരിക, നമുക്ക് 1 കിട്ടുന്നുണ്ട് അല്ലെ. ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1, ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 നമുക്ക് കിട്ടും. സോ ഇമ്പൾസ് സിഗ്നലിലെ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വാല്യൂസ് ആർ ക്ലിയർലി സെഡ് നമുക്ക് പറയാൻ പറ്റും. n ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂവില്, സോറി n ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാമ്പിൾ നമുക്ക് എന്താവും, ഡെൽ ഓഫ് എന്നിന് ഒരു വാല്യൂ നമുക്ക് കിട്ടും. സെയിം തന്നെ ഡെൽ ഓഫ് n -2 എങ്ങനെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക, ഡെൽ ഓഫ് n -2 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ആയിരിക്കും, ഡെൽ ഓഫ് n -2ന് വാല്യൂ ഉണ്ടാവും അല്ലെ. എപ്പോഴായിരിക്കും, that is del of n -2 is equal to 1 എപ്പോഴായിരിക്കും, when n -2 is equal to n -2 is equal to 0 അല്ലെങ്കിൽ എന്തായിരിക്കും, n is equal to 2 ആവുന്ന കണ്ടീഷനിലായിരിക്കും del of n -2ന് എന്തുള്ളത്, വാല്യൂ ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ആ സിഗ്നൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, സോ ദിസ് സിഗ്നൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എങ്ങനെ ആയിരിക്കും, n is equal to 2 ആവുന്നത് അല്ലെ. എന്തായിരിക്കും, ഇത് 1, ഇത് 0, ഇത് -1, ഇത് -2. സോ n is equal to 2 ആവുന്ന കണ്ടീഷനിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഡെൽ ഓഫ് n -2 നമുക്ക് വാല്യൂ ഉള്ളത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് അറ്റ് n is equal to 2. ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് അറ്റ് n is equal to 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത് ഓർത്ത് വെക്കുക. നമുക്ക് സാധാരണഗതിയിൽ ഇമ്പൾസ് സിഗ്നലിന്റെ കണ്ടിന്യൂസ് ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം പ്രോപ്പർട്ടീസ് തന്നെ ആപ്ലിക്കബിൾ ആണ് ഡിസ്ക്രീറ്റ് ടൈമിൽ. എങ്ങനെ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഞാൻ ഇവിടെ അതേ കണക്ക് ഞാൻ എഴുതാൻ പോകുകയാണ്. പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, ഫസ്റ്റ് പ്രോപ്പർട്ടി എക്സ് ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ അല്ലെ, ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എക്സ് ഓഫ് നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി. അതേ കണക്ക് തന്നെ ഇവിടെ ടി മാറി എൻ ആകുന്നേ ഉള്ളൂ. ഇതായിരിക്കും എക്സ് ഓഫ് നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് എൻ അല്ലെ, എക്സ് ഓഫ് നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് എൻ. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എക്സ് ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് എൻ നോട്ട്, n minus n naught is equal to എന്തായിരിക്കും, x of n naught into del of n minus n naught അല്ലെ, del of n minus n naught. അടുത്ത പ്രോപ്പർട്ടി എന്താ, x of n into del of n plus n naught is equal to എന്തായിരിക്കും, x of minus n naught into del of n minus n naught. നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്, integral from sigma n is equal to from minus infinity to infinity x of n into del of n, x of n into del of n is equal to എന്തായിരിക്കും, x of n del of n എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, x of naught. കാര്യം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ന്റെ വാല്യൂ എത്ര ആയിരിക്കും, 1 ആയിരിക്കും നമുക്ക് വരുന്നത്. അടുത്തെന്തായിരിക്കും വരിക,
ഫിഫ്ത്ത് പ്രോപ്പർട്ടി എങ്ങനെ ആയിരിക്കും വരിക? സിഗ്മ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് n നോട്ട്. എന്തായിരിക്കും വരിക? എക്സ് ഓഫ് n നോട്ട്. സിക്സ്ത് പ്രോപ്പർട്ടി സിഗ്മ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇൻറ്റു ഡെൽ ഓഫ് n പ്ലസ് n നോട്ട്. എന്തായിരിക്കും വരിക? എക്സ് ഓഫ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലും കണ്ടിന്യൂസ് ടൈമിൽ പഠിച്ചിട്ടുള്ളതാണ്. സെയിം തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ടി മാറി n കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത ഡെൽ ഓഫ് മൈനസ് n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ്സ് നത്തിങ് ബട്ട് ഡെൽ ഓഫ് n. ഡെൽ ഓഫ് മൈനസ് n ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് n. സോ ഇതാണ് നമുക്ക് കണ്ടിന്യൂസ് ടൈമിൽ ഡിസ്ക്രീറ്റ് ടൈമിൽ ഇമ്പൾസ് സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. എക്സ് ഓഫ് എന്നിൻ്റെത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൺവല്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ. സോ ഇത് നമ്മൾ ഈ ഫോമുല ഓർത്ത് വെക്കുക. നമുക്ക് ടൈം വരും. ആ ടൈമിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എവിടെ നമ്മൾ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫോമുല. ഇത് വെച്ചിട്ട് റിഡക്ഷൻ ചെയ്യുന്ന പ്രോബ്ലംസ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതാണ് 5 സ്റ്റാർ ഞാൻ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ. ഓർത്ത് വെക്കുക. അത് നമുക്ക് പഠിക്കാം. കാര്യം ഇത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്റെ എന്തായിരിക്കും ഇമ്പൾസിൽ വരുന്നതായത് കൊണ്ടാണ് ഞാനിതിപ്പോൾ ഈ ഫോമിൽ ഇവിടെ എടുത്തിട്ടത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കും. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഒരു 80% നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ ഒരു ഞാനിപ്പോ ഈ ബോക്സിൽ വരച്ചിട്ടിരിക്കുന്ന ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പൾസിനെ പറ്റി പഠിച്ചു. അടുത്ത എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈൻ യൂണിറ്റ് സ്റ്റെപ്പ്. അടുത്ത നെക്സ്റ്റ് സിഗ്നൽ ആണ്. ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈൻ. ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈൻ ഇതായിരിക്കും യൂണിറ്റ് സ്റ്റെപ്പ്. യൂണിറ്റ് സ്റ്റെപ്പ് അല്ലെ? അപ്പൊ എന്തായിരിക്കും നമുക്ക് പഠിച്ചിട്ടുള്ള യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? യു ഓഫ് ടി ആണ്. നമ്മൾ കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 0 ഇതായിരിക്കും വെൻ എൻ ലെസ് ദാൻ 0 അല്ലെ? ദാറ്റ് മീൻസ് ഇത് എൻ ഈസ് ഈക്വൽ ടു 0, എൻ ഈസ് ഈക്വൽ ടു 1, 2, 3, -1, -2. അപ്പോഴത്തേക്കും നമുക്ക് എൻ ഈസ് ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തുള്ളത്? ഈ സിഗ്നൽ നമുക്ക് വാല്യൂ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പൊ യു ഓഫ് എൻ മൈനസ് 2 എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? യു ഓഫ് എൻ മൈനസ് 2 ഇതായിരിക്കും വരിക. ദാറ്റ് ഈസ് യു ഓഫ് എൻ മൈനസ് 2 ഈസ് ഈക്വൽ ടു 1 വെൻ എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 അല്ലെ? അപ്പൊ എങ്ങനെ ആയിരിക്കും വരിക? ദാറ്റ് ഈസ് 0, സോറി ഇത് 2 ആയിരിക്കും അല്ലെ? ഇത് 1, ഇത് 2. എൻ ഈസ് ഈക്വൽ ടു 2 ആവുന്ന കണ്ടീഷനിലായിരിക്കും നമുക്ക് യു ഓഫ് എൻ മൈനസ് 2 ഉണ്ടാവുന്നത് അല്ലെ? ഇനി നോക്കിയേ, ഇതിനകത്ത് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 2. യു ഓഫ് എൻ അടുത്ത് നമുക്ക് യു ഓഫ് എൻ മൈനസ് 2 യു ഓഫ് എൻ മൈനസ് 1 നമ്മൾ എടുത്ത് നോക്കി. അപ്പൊ യു ഓഫ് എന്നിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് യു ഓഫ് എൻ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ്? ഇത് എൻ ഈസ് ഈക്വൽ ടു 0, 1, 2, 3 അല്ലെ? ഇത് -1, -2. അപ്പം എൻ ഈസ് ഈക്വൽ ടു 0 വാല്യൂ ഉണ്ട്, 1 വാല്യൂ ഉണ്ട്, 2 വാല്യൂ ഉണ്ട്, 3 വാല്യൂ ഉണ്ട്. യു ഓഫ് എൻ മൈനസ് 1 എങ്ങനെ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? യു ഓഫ് എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 വെൻ എൻ മൈനസ് 1 അല്ലെ? ഓഗ്മെന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതെന്തായിരിക്കും? എൻ ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് അല്ലെ? അപ്പോഴത്തേക്ക് എൻ ഈസ് ഈക്വൽ ടു 1 എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോ എൻ ഈസ് ഈക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ആയിരിക്കും നമുക്ക് സിഗ്നൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് 0 അല്ലെ? ഇത് 0, 1, 2, 3 ഇവിടെ തൊട്ടായിരിക്കും നമുക്ക് സിഗ്നൽസ് ഉണ്ടാവുക. ഇതെന്തായിരിക്കും? യു ഓഫ് എൻ മൈനസ് 1. യു ഓഫ് എൻ മൈനസ് 1 ഇത് യു ഓഫ് എൻ. യു ഓഫ് എൻ ആൻഡ് ദിസ് യു ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയേ, ഞാൻ പറയാൻ പോവുകയാണ് യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? യു ഓഫ് ഇത് യു ഓഫ് എൻ ആണ്, ഇത് യു ഓഫ് എൻ മൈനസ് 1 ആണ്. യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 1 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇത് രണ്ട് വണ്ണിലുള്ള സാമ്പിൾ ക്യാൻസൽ ചെയ്ത് പോയി, 2ലുള്ള സാമ്പിൾ സാമ്പിൾ ക്യാൻസൽ ചെയ്ത് പോയി, 3ലുള്ളതും മാത്രം ക്യാൻസൽ ചെയ്ത് പോയി. പകരം എന്താ നമുക്ക് കിട്ടുന്നത്?
യു ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്തായി സീറോയിൽ മാത്രം വാല്യൂ ഉണ്ട് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും ഡെൽ ഓഫ് എൻ. That is very important relation. U of n minus U of n minus 1 is equal to, we will get which signal? Impulse signal, del of n. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് നമ്മൾ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയായിരിക്കും ഡെല്ലും ഇമ്പൾസും സ്റ്റെപ്പും തമ്മിലുള്ള കണ്ടിന്യൂസ് ടൈം ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി. കണ്ടിന്യൂസ് ടൈം ഡൊമൈൻ ആണ് എന്തായിരിക്കും ഡിഫറൻസിയേഷൻ. ഡിസ്ക്രീറ്റ് ടൈം ആണ് എന്തായിരിക്കും വരിക ഫോർ കണ്ടിന്യൂസ് ടൈം ഡൊമൈൻ എന്തായിരിക്കും ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് യു ഓഫ് ടി. പക്ഷെ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 1. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിഫറൻസ്. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസിയേഷൻ ആണ്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസ് ആണെന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക. സോ യു ഓഫ് എൻ del of n is equal to u of n minus u of n minus 1. u of n നിന്ന് u of n minus 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു അല്ലെ n is equal to 0 മാത്രം നമുക്ക് വാല്യൂ കിട്ടും that it is nothing but del of n. അപ്പം ഈ ഒരു ഫോർമുല ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും del of t is equal to ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് u of t കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ. അപ്പം ഓർത്ത് മനസ്സിലാക്കി വെക്കുക കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസിയേഷൻ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിഫറൻസ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമ്മളുടെ എക്സാം സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയ സിഗ്നൽസിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ പഠിച്ചു, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ പഠിച്ചു. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്റെയും ബേസിക് സിഗ്നൽസ് പഠിച്ചു, അതിന്റെ ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് പഠിച്ചു. del of t is equal to del of n is equal to u of n അല്ലെ u of n ആ റിലേഷൻ ഓർത്ത് വെക്കുക. del of n is equal to u of n minus u of n minus 1 എന്നുള്ളൊരു റിലേഷൻ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുവാണ് എന്തായിരിക്കും ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് നമ്മൾ പറയുന്നത്. എന്തായിരിക്കും ഈവൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് സിഗ്നൽ എടുക്കുകയാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സപ്പോസ് ഇറ്റ് ഈസ് എക്സ് ഓഫ് ടി, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 കൊടുക്കുകയാണ്. 3 സിഗ്നലിന്റെ ഇത് -2, ഇത് +2, ഇത് -2. എക്സ് ഓഫ് ടി ഞാൻ പറയാണ് എക്സ് ഓഫ് -t ആണെന്ന് കാണാൻ പറയാം. എന്തായിരിക്കും ടിക്ക് നമ്മൾ എക്സ് ഓഫ് -t എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് വെച്ച് നമ്മൾ സ്കെയിൽ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും നമ്മുടെ എന്നിന്റെ ടിയുടെ വാല്യൂസ് നമ്മൾ എന്ത് കൊടുത്താൽ മതി -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക എഗെയിൻ സിഗ്നൽ എന്തായിരിക്കും സെയിം സിഗ്നൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് -2 എന്തായിരിക്കും ഇത് +2. സിഗ്നൽ വിൽ കം ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദാറ്റ് മീൻസ് ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -t അങ്ങനാണെങ്കിൽ എന്തായിരിക്കും എക്സ് ഓഫ് ടി ഈസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും ഈവൻ സിഗ്നൽ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈവൻ സിഗ്നൽ ഓർ സിമെട്രിക് സിഗ്നൽ എന്ന് പറയാൻ പറ്റും. It is nothing but even signal or symmetric signal. If x of t is equal to minus x of -t അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും if x of t is equal to minus x of -t it is nothing but എന്തായിരിക്കും it is an odd signal or anti-symmetric signal. Odd signal or anti-symmetric signal. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഒന്നുകിൽ തന്നിരിക്കുന്ന സിഗ്നൽ ഓടാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ പീരിയോഡിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ കോസാലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതിൽ 4-ൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. സിഗ്നൽ തന്നിട്ട് ഇതായിരിക്കും ദ ഫോളോയിങ് ഈസ് കോസൽ, നോൺ കോസൽ, ഈവൻ ഓഡ് അങ്ങനെ തന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. സിഗ്നൽ തരും, തന്നിട്ട് അത് ഓഡ് സിഗ്നൽ ആണോ അല്ലെങ്കിൽ ഓഡ് കോൺജുഗേറ്റ് ആണോ ഈവൻ കോൺജുഗേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നിന്ന് 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. സോ അതുകൊണ്ട് കാര്യമായിട്ട് നോക്കുക. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ഓഫ് -t
x of t is equal to x of minus t is nothing but an even signal. X of t is equal to minus x of minus t ആണെങ്കിൽ it is a odd signal. Therefore, the total signal x of t നമുക്ക് എങ്ങനെ represent ചെയ്യാൻ പറ്റും? X of t can be represented as x e of t even part plus എന്തായിരിക്കും x odd part. നമുക്ക് represent ചെയ്യാം അല്ലേ? x e of t എന്തായിരിക്കും x odd part. അപ്പം ഒരു സിഗ്നൽ ആണെങ്കിൽ x of t is equal to x of minus t ആണെങ്കിൽ ഈവൻ എന്ന് പറഞ്ഞു. x of t is equal to minus x of minus t ആണെങ്കിൽ it is nothing but odd signal എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സിഗ്നൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈവൻ സിഗ്നൽ പ്ലസ് ഈവൻ പാർട്ട് പ്ലസ് ഓഡ് പാർട്ട് നമുക്ക് എഴുതാം അല്ലെ? എക്സ് ഇ ഓഫ് ടി പ്ലസ് എക്സ് നോട്ട് ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. ഇപ്പോഴാണ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷനിലേക്ക് ഒരു ഇമ്പോർട്ടന്റ് കൺക്ലൂഷനിലേക്ക് പോകുന്നത്. ഈ സെയിം തന്നെ ഞാൻ പറയുകയാണ് എന്തായിരിക്കും? when t tends to minus t, x of minus t കണ്ടുപിടിക്കാൻ പോകണം. എങ്ങനെ ആയിരിക്കും വരിക? therefore x of minus t is equal to x e of minus t അല്ലെ പ്ലസ് x odd of minus t അല്ലെ? x e of minus t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? x e of minus t means എന്തായിരിക്കും? it is nothing but x e of t അല്ലെ? x e of t എങ്ങനെയാണ്? x e of minus t is equal to x e of t അല്ലെ? അത് പറയുമ്പോഴത്തേക്ക് എന്താ? ബൈ ഇക്വേഷൻ നമ്പർ 1. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ് അല്ലെ? ഇക്വേഷൻ നമ്പർ 1 എന്തായിരിക്കും? ഇക്വേഷൻ നമ്പർ 2. അടുത്തതായിരിക്കും x odd of minus t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? മൈനസ് x of minus t അല്ലെ? x of minus t എന്നോ നമുക്ക് എഴുതാം. ഞാനിപ്പോ f of x is equal to minus f of x എന്നുള്ള രീതി വെച്ചിട്ടാണെങ്കിൽ x odd of t മാത്രമാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. എങ്ങനെ ആയിരിക്കും? that is equal to x e of t x of minus t is equal to അല്ലെ ഓഡ് ഈവൻ പാർട്ട് മൈനസ് x odd of t. ഇനി നമ്മളൊരു ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ പാർട്ട് ഓഫ് ദ സിഗ്നൽ ഈവൻ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x e of t is equal to എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? x of t പ്ലസ് x of minus t divided by 2 and odd part is equal to x of t is equal to എന്തായിരിക്കും? x of t minus x of minus t divided by 2. ഈ രണ്ട് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് റെപ്രസെന്റ് ചെയ്ത് തരാം. That means ഇത് റിപ്പോർട്ട് ആണ്. x e of t is equal to ഈവൻ പാർട്ട് എന്തായിരിക്കും? x t plus x of minus t divided by 2. x odd എന്ന് പറയുമ്പോഴത്തേക്ക് x of t minus x of minus t divided by 2. അടുത്ത എന്തായിരിക്കും വരിക? ഇത് രണ്ടെണ്ണം. x of t is equal to x of minus t. It is called even signal. x of t is equal to minus x of minus t. It is called odd signal. ഞാൻ ഇതിന്റെ ജനറൽ ഫോം ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. f of x is equal to f of minus x is equal to f of minus x minus f of x എന്ന് നമുക്ക് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ ജനറൽ ഫോം ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കാര്യം. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജനറൽ ഫോർമുല നമുക്ക് ആവശ്യമാണ്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ജനറൽ ഫോർമുല ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഓർത്ത് വെക്കുക. x e of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? x of t plus x of minus t divided by 2. odd എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? x of t minus x of minus t divided by 2. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് 1-2 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനാണ്. ദാറ്റ് മീൻസ് cos of minus t is equal to എന്തായിരിക്കും? is equal to cos t. sin of minus t is equal to എന്തായിരിക്കും? minus sin t. del of minus t is equal to എന്തായിരിക്കും? del of t. Okay, cos of minus t is equal to cos t. എന്തായിരിക്കും വരിക? it is f of minus x is equal to f of x അല്ലെ? it is an even function അല്ലെ? sin of minus t is equal to minus sin t. it is an odd. del of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? അത് ഈവൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അടുത്തത് ഈവൻ ഇൻറ്റു ഈവൻ. ഈവൻ സിഗ്നൽ ഇൻറ്റു ഈവൻ സിഗ്നൽ എന്തായിരിക്കും വരിക? ഈവൻ. ഓഡ് ഇൻറ്റു ഓഡ് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ആൾസോ ഈവൻ. ഓഡ് ഇൻറ്റു ഈവൻ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഓഡ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നോക്കിയേ, കോസ് ടി ഇൻറ്റു കോസ് ടി എന്തായിരിക്കും വരിക? കോസ് സ്ക്വയർ ടി. അപ്പൊ കോസ് ടി എന്തായിരിക്കും? കോസ് ടി ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ എന്തായിരിക്കും വരിക? അപ്പൊ കോസ് സ്ക്വയർ ടി എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൾസോ ഈവൻ ഫംഗ്ഷൻ അല്ലെ? സൈൻ ടി ഇൻറ്റു സൈൻ ടി എന്തായിരിക്കും വരിക? ഓഡ് ആണ്. സൈൻ ടി എന്തായിരിക്കും വരിക? ഓഡ് ഇൻറ്റു ഓഡ് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത സൈൻ ടി ഇൻറ്റു കോസ് ടി. നെക്സ്റ്റ് നോക്കിയേ, സൈൻ ടി ഇൻറ്റു കോസ് ടി. സൈൻ എന്തായിരിക്കും വരിക? സൈൻ ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. കോസ് ടി എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓഡ് ഇൻറ്റു ഈവൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓഡ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ സൈൻ ടി ഇൻറ്റു കോസ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 1/(sin
2 sin 2t എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ അല്ലേ? കാര്യം sin 2x 2 sin a sin 2a 2 sin a sin b എന്നല്ലേ പാനി കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വാല്യൂ സിഗ്നൽ ആണെങ്കിൽ, ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ കോംപ്ലക്സ് വാല്യൂ സിഗ്നൽ, എക്സ് ഓഫ് ടി ഈസ് എ കോംപ്ലക്സ് വാല്യൂ സിഗ്നൽ, അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി അല്ലെ? അപ്പം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് കാൾഡ് എക്സ് ഓഫ് ടി സി എക്സ് ഓഫ് മൈനസ് ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് കാൾഡ് ഈവൻ കോൺജുഗേറ്റ് ഓർ കോൺജുഗേറ്റ് സിമെട്രിക്കൽ സിഗ്നൽ. ഈവൻ കോൺജുഗേറ്റ് ഓർ കോൺജുഗേറ്റ് സിമെട്രിക്കൽ സിഗ്നൽ. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് അടുത്ത വരുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ആണെങ്കിൽ എന്തായിരിക്കും? സിഗ്നൽ എന്താണ്? ഓഡ് സിഗ്നൽ ആണ് അല്ലെ? ഈവൻ സിഗ്നൽ ആണ്, ഓഡ് സിഗ്നൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓഡ് കോൺജുഗേറ്റ് ഓർ എന്തായിരിക്കും? ആന്റി സിമെട്രിക് ഓർ anti-symmetric, odd conjugate or anti-symmetric. അപ്പം ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഇതിന് ബേസിലുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാം. അതേ കണക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ആ സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുകയാണ്. എങ്ങനെയായിരിക്കും? എക്സ് ഇ ഓഫ് ടി അല്ലെ? എക്സ് ഇ ഈവൻ കോൺജുഗേറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇ ഓഫ് ഈവൻ കോൺജുഗേറ്റ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. അടുത്തായിരിക്കും ഓഡ് കോൺജുഗേറ്റ് അല്ലെ? ഓഡ് കോൺജുഗേറ്റ് ഓഫ് ടി കോൺജുഗേറ്റ് ആണ്. ഇതെന്തായിരിക്കും? ഇത് കോൺജുഗേറ്റ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഓഫ് ടി മൈനസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഓഡ് കോൺജുഗേറ്റ് ആണ്. ഇതെന്താ? ഈവൻ കോൺജുഗേറ്റ് ആണ്. നമുക്ക് ഇനി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ടി അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ കോൺജുഗേറ്റ് ഓർ ഓഡ് കോൺജുഗേറ്റ്? അതാണ് ചോദ്യം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ടി. അപ്പൊ എന്തായിരിക്കും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ടി ആണ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ ചെയ്യാനുള്ള? ഫസ്റ്റ് എന്താ? എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കുക അല്ലെ? എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ ടി അല്ലെ? ഇ റേസ് ടു മൈനസ് ജെ ടി, ഇ റേസ് ടു മൈനസ് ടി. അടുത്തെന്തായിരിക്കും വരിക? എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി. കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൈനസ് ജെ ബിക്കംസ് മൈനസ് ജെ അല്ലെ? ഫോർ ടേക്കിംഗ് ദ കോൺജുഗേറ്റ് എന്തായിരിക്കും? ജെ ബിക്കംസ് മൈനസ് ജെ അല്ലെ? അപ്പൊ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പ്ലസ് വരും, ഇ റേസ് ടു ജെ ടി. Therefore എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി അല്ലെ? ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. Therefore it is an even conjugate signal. Even conjugate signal. ഈവൻ കോൺജുഗേറ്റ് സിഗ്നൽ. നമുക്ക് ഇ റേസ് ടു ജെ ടിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു ജെ ടി നമുക്ക് സൈൻ ടി പ്ലസ് ജെ കോസ് ടി പ്ലസ് ജെ സൈൻ ടി നമുക്ക് എഴുതിക്കൂടെ? ഇ റേസ് ടു ജെ ടി ഈസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് ജെ സൈൻ ടി അല്ലെ? ഈസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് ജെ സൈൻ ടി നമുക്ക് എഴുതാം. ഇത് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഒരു ഒബ്സർവേഷൻ വരുന്നുണ്ട്. നമുക്ക് അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഇ റേസ് ടു ജെ ടി. അപ്പൊ നമ്മളെന്താ
check whether the signal is even conjugate or odd conjugate ആണ് ചോദ്യം. എന്ത് ചെയ്യുക, നമ്മൾ ഈവൻ കോൺജുഗേറ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയായിരിക്കും എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു ടി അല്ലെ. അടുത്തതായിരിക്കും എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് ടി ചെയ്യുക. എന്തായിരിക്കും ഫോർ ജെ ബിക്കംസ് മൈനസ് ജെ അല്ലെ. ജെ ബിക്കംസ് മൈനസ് ജെ കൊടുക്കുക. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു ജെ ടി. ഇപ്പൊ എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു minus t into e raised to minus j t. Therefore, x conjugate of minus t is equal to minus of x of t. Therefore, it is nothing but odd conjugate. Odd conjugate. അപ്പോൾ നമ്മൾ നോക്കി x of t is equal to t into e raised to j t അല്ലേ. t into e raised to j t അല്ലേ. Therefore, t into e raised to j t ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് എന്തായിരിക്കും cos t plus j sin t നമുക്ക് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു കോസ് ടി പ്ലസ് ടി ഇൻറ്റു ജെ സൈൻ ടി എഴുതാം. ടി എന്ന് പറയുന്നതായിരിക്കും, ടി എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. കോസ് ടി എന്തായിരിക്കും, കോസ് ടി ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ടി എന്ന് പറയുന്നതായിരിക്കും ഓഡാണ്. സൈൻ ടി എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, സോറി ഓഡ് ഫംഗ്ഷൻ. Therefore, odd into odd എന്തായിരിക്കും വരിക, odd into even, it is an odd. Odd into odd, it is nothing but even. So, നമ്മൾ ഒബ്സർവേഷനിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ നോട്ടായിട്ട് നമ്മൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, if the given complex signal are even conjugate, okay, if the given complex signal are even conjugate, then real part ഉണ്ടാവും, എന്തായിരിക്കും ഇമാജിനറി പാർട്ട് ഉണ്ടാവും. ഒബ്സർവേഷൻ ആണ്. ഇഫ് ദ given complex signal are even conjugate, അങ്ങനാണെങ്കിൽ എന്തായിരിക്കും its real part is എന്തായിരിക്കും ഈവൻ ആയിരിക്കും, ആൻഡ് ഇമാജിനറി പാർട്ടീസ് എന്തായിരിക്കും ഓഡ് ആയിരിക്കും. അപ്പോ അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ഇ റേസ് ടു ജെ ടി ആയിരുന്നു അല്ലെ. എക്സാമ്പിൾ നമുക്ക് പറയാം, ഇ റേസ് ടു ജെ ടി ആണ്. ഇ റേസ് ടു ജെ ടി പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അവിടെയാണ് നമുക്ക് ഈവൻ കോൺജുഗേറ്റ് നമുക്ക് കിട്ടിയത്. ഇ റേസ് ടു ജെ ടി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കോസ് ടി പ്ലസ് ജെ സൈൻ ടി എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പോൾ ഇത് ഈവൻ കോൺജുഗേറ്റിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ മുന്നേ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഈവൻ കോൺജുഗേറ്റ് ആണെങ്കിൽ കോസ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. സൈൻ ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഓഡ് ഫംഗ്ഷൻ. സോ ഗിവൺ കോംപ്ലക്സ് സിഗ്നൽ ഈവൻ കോൺജുഗേറ്റ് ആണെങ്കിൽ റിയൽ പാർട്ട് ഇറ്റ് ഈസ് ആൻ ഈവൻ ആയിരിക്കും, ഓഡ് എന്തായിരിക്കും ഇമാജിനറി പാർട്ട് ഓഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതേ കൂട്ട് തന്നെ ഗിവൺ കോംപ്ലക്സ് സിഗ്നൽ ടി ഇൻറ്റു ഇ റേസ് ടു ജെ ടി എന്ന് പറയുന്ന കോംപ്ലക്സ് സിഗ്നൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഓഡ് കോൺജുഗേറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അത് ഓഡ് കോൺജുഗേറ്റ് ആവണമെങ്കിൽ റിയൽ പാർട്ടായ ടി കോസ് ടി ഓഡായിരിക്കും, ഇമാജിനറി പാർട്ടായ ജെ ടി സൈൻ ടി എന്തായിരിക്കും ഈവൻ പാർട്ടായിരിക്കും. അത് ഓർത്ത് വയ്ക്കുക, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഒബ്സർവേഷൻ ആണ്. സോ രണ്ടാമത്തെ പോയിന്റ് എടുത്ത് വയ്ക്കുക, എന്തായിരിക്കും ഗിവൺ സിഗ്നൽ ആർ ഓഡ് കോൺജുഗേറ്റ്, ഗിവൺ സിഗ്നൽ ആർ ഓഡ് കോൺജുഗേറ്റ് എന്തായിരിക്കും വരിക, റിയൽ പാർട്ട് ഈസ് ഓഡ് ആൻഡ് ഇമാജിനറി പാർട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈവൻ. കാര്യം ടി ഇൻറ്റു ഇ റേസ് ടു ജെ ടി ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതെന്തായിരിക്കും ടി കോസ് ടി, റിയൽ പാർട്ട് എന്തായിരിക്കും ഓഡ് ആയിരിക്കും, ഇമാജിനറി പാർട്ട് എന്തായിരിക്കും ഈവൻ ആയിരിക്കും. കാര്യം എന്തായിരിക്കും ടി ഇൻറ്റു ഇ റേസ് ടു ജെ ടി എന്തായിരിക്കും ഓഡ് കോൺജുഗേറ്റ് ആണ്. അപ്പൊ ഓഡ് കോൺജുഗേറ്റ് ആണെങ്കിൽ റിയൽ പാർട്ട് ഓടും, ഇമാജിനറി പാർട്ട് ഈവൻ ആയിരിക്കും. എന്തായിരിക്കും ഈവൻ കോൺജുഗേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും റിയൽ പാർട്ട് ഈവനും ഇമാജിനറി പാർട്ട് ഓടുവാണെന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ഓഡ് കോൺജുഗേറ്റ്. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് ഈസ് ഓഡ് ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് ഈവൻ ഓർത്ത് വയ്ക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കോമ്പറ്റേറ്റീവ് എക്സാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നൽ ആണ്, ഡിഫൈൻഡ് ബൈ റിയൽ പാർട്ട് എച്ച് ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് മൈനസ് ടി, ഇമാജിനറി പാർട്ട് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് മൈനസ് ടി.
where h of t and g of t are even conjugate, odd conjugate, neither even nor odd, can't commit. നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ പ്രോബ്ലം ആണ്. എങ്ങനെ ആയിരിക്കും നോക്കിയേ, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നൽ റിയൽ പാർട്ട് എന്തായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്, റിയൽ പാർട്ട് ഈസ് ഈക്വൽ ടു ഒരു പറയുന്നുണ്ട്, റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എച്ച് ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് മൈനസ് ടി അല്ലെ. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇമാജിനറി പാർട്ട് പറയുമ്പോഴത്തേക്ക് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് മൈനസ് ടി അല്ലെ. അപ്പോ എച്ച് ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് മൈനസ് ടി എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ ഈവൻ അല്ലേ, ഈവൻ ഫംഗ്ഷൻ അല്ലേ. ജി ഓഫ് ടി മൈനസ് ജി ഓഫ് മൈനസ് ടി എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ ഓഡ് പാർട്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി അല്ലെ, ജി ഓഫ് ടി മൈനസ് ജി ഓഫ് മൈനസ് ടി ഇറ്റ് ഈസ് ആൻ ഓഡ് പാർട്ട്. അപ്പൊ നോക്കിയേ, റിയൽ പാർട്ട് ഈവനും ഇമാജിനറി പാർട്ട് ഓഡ് ആണെങ്കിൽ, റിയൽ പാർട്ട് ഈവനും ഇമാജിനറി പാർട്ട് ഓടും ആണെങ്കിൽ അതെന്തായിരിക്കും, if the real part is even and imaginary part odd, the given complex signal is nothing but answer ആയിരിക്കും വരിക even conjugate. ഓർത്ത് വയ്ക്കുക കാര്യം എന്തായിരിക്കും, here the real part is even അല്ലെ, റിയൽ പാർട്ട് ഈവൻ ആൻഡ് ഇമാജിനറി പാർട്ട് എന്തായിരിക്കും, ഇമാജിനറി പാർട്ട് odd is odd, therefore the signal is nothing but even conjugate. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നിട്ട്. കാര്യം നമ്മൾ ഒന്നും നമ്മൾ ചെയ്തില്ല, നമ്മൾ ഈ റിയൽ പാർട്ടിന് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ. റിയൽ പാർട്ട് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി അല്ലെ, ഇതെന്തായിരിക്കും വരിക, എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ്. സോ ഇത് ഈവൻ പാർട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റി, ഇതെന്തായിരിക്കും, ഇത് നമുക്ക് ഓഡ് പാർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി റിയൽ പാർട്ട് ഈവനും നമ്മൾ കൺക്ലൂഡ് ചെയ്തു, ഇമാജിനറി പാർട്ട് ഓടും നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പം റിയൽ പാർട്ട് ഈവനും ഇമാജിനറി പാർട്ട് ഓടുവാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ഈവൻ കോൺജുഗേറ്റ്. അത് ഓർത്ത് വയ്ക്കുക. സോ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു പാർട്ട്. സോ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്, പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്. പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ് പറയുമ്പോഴത്തേക്ക് എന്താ, the same variation has to be repeated from the minus infinity to infinity. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്തായിരിക്കും, സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, സെയിം വേരിയേഷൻ ഹാസ് ടു ബി റിപ്പീറ്റഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമുക്ക് പറയാൻ പറ്റും. സോ നോക്കാം അങ്ങനെ നമ്മുടെ കാര്യത്തിൽ. സോ സിഗ്നൽ ഈസ്, സോ പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ സെയിം വേരിയേഷൻ ഓഫ് സിഗ്നൽസ് ഹാസ് ടു ബി റിപ്പീറ്റഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 0 to t വരെ, t to 2t എന്തായിരിക്കും, സെയിം ടൈം ഇന്റർവെൽ എന്ത് സെയിം വേരിയേഷൻ ആണ് ഈ സിഗ്നൽ എന്ത് ചെയ്യുന്നത്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിമം ടൈം ടി ആണ് അല്ലെ, t മൈനസ് 0, t 2t മൈനസ് ടി, 3t മൈനസ് ടി, 2t എന്തായിരിക്കും, അതും t ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് മിനിമം ടൈം ടു റിപ്പീറ്റ് ദ സിഗ്നൽ അതായിരിക്കും, അത് ടി ആണ്. ആ മിനിമം ടൈമിന് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ ടൈം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് പീരിയോഡിക് സിഗ്നൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക, ഫോർ എക്സാമ്പിൾ എക്സ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആണെങ്കിൽ, അല്ലെങ്കിൽ സെയിം തന്നെ എക്സ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് കെ ടി ആകുമ്പോഴത്തേക്ക് അതും എക്സ് ഓഫ് ടി ആണെങ്കിൽ ദ സിഗ്നൽ ഈസ് പീരിയോഡിക്. ദാറ്റ് മീൻസ് ഇഫ് വി ഡിലേ ദ സിഗ്നൽ ബൈ 1, ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇഫ് വി ഡിലേ ദ സിഗ്നൽ ബൈ 1 ഓർ ഓൺ ഇൻഡിജർ, കെ എന്ന് പറയുന്നത് ഇൻഡിജർ ആണെങ്കിൽ, we will get the same signal അങ്ങനാണെങ്കിൽ the signal is said to be periodic. That means if we delay the signal by 1 or an integer, then we will get the same signal. Then we will get the same signal, then that signal is said to be a periodic signal. അപ്പോൾ നമ്മൾ പറയാണ് cos of omega naught t, sin of omega naught t and e raised to j omega naught t. These three signals are എന്തായിരിക്കും, periodic ആണ് അല്ലെ. These three signals are periodic signals. ഓർത്ത് വയ്ക്കുക, periodic signals with time period എത്ര ആയിരിക്കും, with fundamental time period 2π by omega naught. With fundamental time period 2π by omega naught. അപ്പം cos omega naught t, sin omega naught t and e raised to j omega naught t, it is periodic signal having periodic എത്ര ആയിരിക്കും, fundamental time period എത്ര 2π by omega. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ e raised to j omega t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, cos t plus j sin omega t. ടിക്ക് പല വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് സെയിം സിഗ്നൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, റെപ്രസെന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സിഗ്നൽ പീരിയോഡിക് ആണെന്ന് നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇഫ് വി ഡിലേ ദ സിഗ്നൽ ബൈ 1 അല്ലെ, എക്സ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് കെ ടി, അല്ലെങ്കിൽ കെയുടെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ ഇതായിരിക്കും പ്ലസ് ഓർ മൈനസ് ടി.
അല്ലെങ്കിൽ ബൈ ആൻ ഇൻഡിജർ, ഒരു ഇൻഡിജർ വെച്ചിട്ട് നമ്മൾ ആ സിഗ്നൽ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം സിഗ്നൽ തന്നെ കിട്ടുവാണെങ്കിൽ ഇതായിരിക്കും സിഗ്നൽ ഈസ് സെറ്റ് ടു ബി എക്സ് ഓഫ് ടി സെറ്റ് ടു ബി പീരിയോഡിക് നമുക്ക് കിട്ടും. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയെന്നാണ് നമുക്ക് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. സോ അപ്പോൾ നമ്മൾ പീരിയോഡിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, ഡിസ്ക്രീറ്റ് ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. സോ പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് പീരിയോഡിസിറ്റി ഓർ നോട്ട്, അതിന് 4 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നതാണ് പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് പീരിയോഡിസിറ്റി. പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് പീരിയോഡിസിറ്റി. ഇപ്പൊ ഞാൻ പറയാണ്, ലെറ്റ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് a1 cos omega 1t plus a2 sin omega 2t plus a3 cos omega 3t plus 5. ഈ ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പീരിയോഡിസിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സ്റ്റെപ്പ് നമ്പർ 1 എന്തായിരിക്കും? ടേക്ക് ആൾ ആംഗുലാർ ഫ്രീക്വൻസീസ്. ടേക്ക് ആൾ ആംഗുലാർ ഫ്രീക്വൻസീസ്. ഏതൊക്കെയാണ്? omega 1, omega 2, omega 3, omega 4 ഉണ്ട്, omega 4. ഈ സിഗ്നലിന്റെ omega 1, omega 2, omega 3, omega 4 നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എടുക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഡിവൈഡ് omega 1 by omega 2, then omega 2 by omega 3, then omega 3 by omega 4, etc. Then third step, ഇത് ചെയ്യുന്ന സമയത്ത് if all these fractions are rational, then the given signal is periodic. Okay, if all these fractions are rational, fractions are rational, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? the given signal is periodic. അങ്ങനെയാണെങ്കിൽ the given signal is periodic. rational ആണോ അല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? It is nothing but p by q form, where p എന്ന് പറയുന്നത് ഇന്റിജർ ആണ്, q എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും it is called a rational number അല്ലേ, നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? ഫോർ ചെക്കിംഗ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ നോട്ട് is equal to, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? HCF of all the numerator of omega divided by LCM of all the denominator omega. All the denominator omega. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒമേഗ നോട്ട് കിട്ടും. എന്തായിരിക്കുക? ഫണ്ടമെന്റൽ ടൈം ഫ്രീക്വൻസി ടൈം പീരീഡ്. ഫണ്ടമെന്റൽ ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? T is equal to ഫണ്ടമെന്റൽ ടൈം പീരീഡ് T is equal to 2 pi by omega naught. സോ ഇതാണ് നാല് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഹൗ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പീരിയോഡിസിറ്റി? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ആംഗുലാർ ഫ്രീക്വൻസീസ് എടുത്ത് വയ്ക്കുക. omega 1 by omega 2 ഫ്രീക്വൻസീസ് തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ചെയ്ത ശേഷം അത് പീരിയോഡിക് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് റാഷണൽ ആണെങ്കിൽ പീരിയോഡിക് ആണെന്ന് കൺക്ലൂഡ് ചെയ്യുക. പിന്നെ എന്തായിരിക്കും? ടൈം പീരീഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? T is equal to 2 pi by omega naught ആണ്. omega naught പറയുമ്പോഴത്തേക്ക് എന്താ? HCF of all numerator omega divided by LCM of all denominator omega. ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാ വരുന്നത് എന്നുള്ളൊരു കാര്യം. A signal is given by x of t is equal to 30 sin 100t plus 10 cos 300t plus 6 sin 500t plus pi by 4. Check for periodicity. Check for periodic and fundamental time period. അല്ലെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? omega 1 take all the angular frequencies അല്ലെ. ഇതായിരിക്കും omega 1, omega 2, omega 3. എത്രയായിരിക്കും വരിക? 100 omega 1 ഫസ്റ്റ് സ്റ്റെപ്പ്, 300 omega 2, എന്തായിരിക്കും? 500 അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ടേക്ക് ഓൾ ദ ആംഗുലാർ ഫ്രീക്വൻസീസ്. രണ്ടാമതായിരിക്കും ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ആയിരിക്കും? omega 1 by omega 2 അല്ലെ. അടുത്തതായിരിക്കും omega 2 by omega 3 അല്ലെ. omega 1 by omega 2, അടുത്തതായിരിക്കും omega 2 by omega 3, etc.
2 by omega 3 etc. ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? റാഷണൽ ആണോ നോക്കിയേ. ഒമേഗ എന്തായിരിക്കും? 1/3 എന്തായിരിക്കും? 3/5 നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് റാഷണൽ. therefore നമുക്ക് എന്താ പറയാൻ പറ്റും? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ ഇന്റിജേഴ്സ് അല്ലെ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ ഇന്റിജേഴ്സ്. therefore in p/q form അല്ലെ, p/q form. therefore it is rational. it is a rational fraction അല്ലെ, അല്ലെങ്കിൽ rational fraction. rational fraction. therefore അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? signal is, therefore the given signal is periodic അല്ലെ. therefore the given signal is periodic. അടുത്ത എന്താ? ഒമേഗ നോട്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാ? ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ അല്ലെ. HCF ഓഫ് ന്യൂമറേറ്റർ ഓഫ് ഒമേഗ അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 30 sin 100t. അപ്പം ന്യൂമറേറ്റർ എന്താ? 100 എന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും? 300 ആൻഡ് 500 ഡിവൈഡ് ബൈ LCM. അതെന്തായിരിക്കും? 1 അല്ലേ? 1 കാര്യം ഡിനോമിനേറ്റർ ഇല്ല അല്ലേ. LCM 1 നമുക്ക് എത്ര കിട്ടും? HCF എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ 100 300 500 2 ചെയ്ത് നോക്ക്. 50 വരും, 150 വരും, എന്തായിരിക്കും വരിക? 250 വരും അല്ലെ. പിന്നെ 50 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 135. therefore HCF is equal എത്ര കിട്ടും? 100 കിട്ടും അല്ലെ. therefore omega naught is equal to നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി. LCM എത്ര? 1 ആണ് വരുന്നത്. T is equal to എന്തായിരിക്കും? ഫണ്ടമെന്റൽ ടൈം പീരീഡ് 2π/omega naught. that is equal to എത്ര ആയിരിക്കും വരിക? 2π/100. that is equal to nothing but π/50 seconds. ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. സോ ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് കമ്പൽസറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ചെയ്യുക. ആ 4 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം നോക്കിയേ. സിഗ്നൽ ഈസ് ഗിവൺ ബൈ x of t is equal to, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. x of t is equal to 10 plus 4 cos 2π/7 t plus pi plus 5 sin 5π/6 t plus π/4 plus 3 cos 6π/5 t plus π/5. check for periodicity. check for periodicity and fundamental time period. എങ്ങനെ ആയിരിക്കും ചെയ്യുക? അതെന്ത് ചെയ്യുക? നമ്മൾ ഒമേഗ അല്ല നമ്മൾ എടുത്തത് അല്ലെ. ഇതായിരിക്കും ഫസ്റ്റ് എന്താ? omega 1 2π/7, omega 2 5π/6, omega 3 6π/5 അല്ലെ. ഇനി എന്ത് ചെയ്യാം? സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 എന്തായിരിക്കും? omega 1/omega 2 അല്ലെ. that is equal to 2π/7 ഡിവൈഡ് ബൈ ഞാനിത് 6/5π തരും അല്ലെ. അടുത്തതായിരിക്കും omega 1/omega 2. അടുത്തതാ ഇത് omega 1 ആണ്, ഇത് omega 2 ആണ്, ഇത് omega 3 ആണ് അല്ലെ. omega 1/omega 2, അടുത്ത omega 2/omega 3 അല്ലെ. 5π/6 into 6π/ into 5/6π. 5/6π. π എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 12/35 കിട്ടും അല്ലെ. 12/35 എന്തായിരിക്കും വരിക? 25/36 വരും. 25/36 എന്തായിരിക്കും? നോക്കുമ്പോഴത്തേക്ക് എന്താ? ദീസ് ആർ റാഷണൽ ഫ്രാക്ഷൻ അല്ലെ. റാഷണൽ ഫ്രാക്ഷൻ. therefore given signal is nothing but എന്താ? പീരിയോഡിക് അല്ലെ. അടുത്തെന്താ? ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ എത്ര വരുന്നത്? 2π 5π ആൻഡ് 6π ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ അല്ലെ 7 6 5. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്ര ആയിരിക്കും നമുക്ക് വരുന്നത്? 5 ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലെ. അപ്പം T is equal to 2π/omega naught. that is equal to
2π by ഒമേഗ നോട്ട് പറയുമ്പോഴത്തേക്ക് എത്ര പൈ ബൈ 210 വരും അല്ലെ. 5 by 210 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 420 സെക്കൻഡ്സ്. 420 സെക്കൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ പൈ വരും. ഇത് എത്ര ആയിരിക്കും വരുന്നത്? 210 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 420 സെക്കൻഡ്സ് വരും. സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് പീരിയോഡിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ, അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്ര എന്നൊക്കെ ചോദിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. നമ്മൾ കണ്ടിന്യൂസ് ടൈം ആണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം നെക്സ്റ്റ് പാർട്ട് നോക്കാം. സോ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക, നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാം. വെരി ഇമ്പോർട്ടന്റ് ആണ്, കൊണ്ട് കളയരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ലിസ്റ്റിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.